ശരിക്കും ആനന്ദ്യ ബൈ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ ഇടയ്ക്ക് ബൂട്ടി പാർക്കിൽ കയറിയതുകൊണ്ട് ടെല്ലി കയറിയതുകൊണ്ട് 1.5 മണിക്കൂർ താമസിച്ചു. ചുമ്മാണ് അരമണിക്കൂറൊന്നും ആയിട്ടില്ല, വെറും 6 മിനിറ്റ്സ്. 6 മണിക്കൂർ. 6 മിനിറ്റ്സ്. ശരിക്കും ഇത് തമിഴ്നാടല്ല കാഴ്ച, ഇത് ശരിക്കും നെട്ടയാണ്. നെട്ട പണ്ട് നമ്മൾ നെട്ടക്കറി വെച്ച ഒരു വീട് അതിനടുത്താണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അനന്ത്യ ബൈ ദ ലേക്ക് ബൈ ദ ബൈ. ചേട്ടാ വളരെ ശാന്തസുന്ദരമായ ലൈഫിലൊത്ത് അയ്യോ മറ്റേ വെച്ചില്ലല്ലോ. ഇവിടെ കുറേ റിസോർട്ട്സ് ഉണ്ട്. അതായത് പ്രാണ, തക്കുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. അതായത് ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സാണ്. ചിലതിന് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിൽ കാണും, ചിലതിന് ജക്കൂസി കാണും, ചിലതിന് ബാത്തപ്പ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പുള്ളി തുറന്നത് വേറൊരു ഇതാണ്, തക്കുവ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. നമ്മൾ അതല്ല ബുക്ക് ചെയ്തത്, അതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പ്രാണയാണ് ബുക്ക് ചെയ്തത്. അപ്പം പുള്ളി അവർക്ക് തെറ്റുപറ്റിപ്പോയി. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് പിന്നെ നമ്മൾ പേടിച്ച് പോയി. നമ്മളിനി ബുക്ക് ചെയ്ത ഇതായിപ്പോയോ, പൈസ ഇച്ചിരി കൂടുതലായിരുന്നു, ഇത് പണി കിട്ടിയോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മൾ ശരിക്കും ബുക്ക് ചെയ്തത് 503 ആണ്. 503 അതായത് പ്രാണ. നമ്മൾ കൊണ്ടുപോയത് 603. അത് ശരിക്കും കുറഞ്ഞ റൂമാണ്. നമ്മളിതാണ് ബുക്ക് ചെയ്തത്. അവർക്ക് മാറിപ്പോയതാണ്. എന്നാലും ഇത് നൈസാണ്. ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ പൊളിയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. അകത്ത് പോകാം. ഹോം ടൂർ. അയ്യോ, TV ഉണ്ട്, AC ഉണ്ട്, ഇവിടെ സ്പായൊക്കെ ഉണ്ട്. വേറൊന്നുമില്ല, ആയുർവേദിക് സ്പായാണ്. എല്ലാം അത്യാവശ്യം നല്ല റേറ്റാണെന്ന് തോന്നുന്നു. ഇത് ചോക്ലേറ്റാണ്, ചോക്ലേറ്റ് വെൽക്കം. നമുക്ക് നല്ല വെൽക്കമായി കിട്ടി. അത് നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു, കണ്ടായിരിക്കും. ഇവിടെ നമുക്കൊരു സീനറിയൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് ഇത് തുറന്നിട്ടാൽ നമുക്കിവിടെ ഫുള്ള് കാണാം. ഇവിടെ ഇരുന്നും കാണാം, പുറത്തിരുന്നും കാണാം, കിടന്നും കാണാം. നല്ല നീറ്റ് ആൻഡ് നല്ല വൈബായിട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം. ഫോണുണ്ട്, ഇതിനകത്ത് എക്സ്ട്രാ പില്ലോസ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ ഐറ്റം, ഇവിടെ ഷവറുണ്ട്, ഓപ്പൺ ഷവറാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഞാൻ ഇനി കാണിച്ചു തരാം. ജക്കൂസിയാണ്, ജക്കൂസി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇവിടെ നമുക്ക് കിടന്ന് കുളിക്കാം. ജക്കൂസി. ആദ്യമായിട്ടാണ് ഞാൻ ജക്കൂസി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സ്നാക്സ് കഴിഞ്ഞത് ഇവിടെ കിടക്കണം. ഇത് മുതലാക്കിയിട്ടേ ഞാൻ വിടും. വൈബ് 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 വൈബ്. ഒരു കണ്ണാടിയുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് കുറച്ച് ഇതൊക്കെ നമുക്ക് അടിച്ചോട്ട് പോകണം. ഇതേ മുതലാവും. ബബിൾ ബാത്ത് കുറേ ഉണ്ടല്ലോ. ഇതെല്ലാം അടിച്ചോണ്ട് പോകും. ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി അല്ലേ. ഇവിടെ നമുക്ക് എടുക്കുന്നു ഗോപാലൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്കിനി 4 മണിക്ക് സ്നാക്സ് ഉണ്ട് കോംപ്ലിമെൻ്ററി, അത് പോയി കഴിക്കണം. പിന്നെ സൈക്ലിംഗ് ഉണ്ടെന്നാണ് പറയണത്. ഇവിടെ ക്ലൈമറ്റ് നമ്മൾ ശരിക്കും നമ്മുടെ ആനിവേഴ്സറി നിർഭാഗ്യം വെച്ചാൽ മാർച്ച് 28 ആയതുകൊണ്ട് ചൂടാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല വൈബുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മൂന്നാറൊന്നും പോകാതെ ഇവിടെ എടുത്തത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ അഞ്ജനയ്ക്ക് പറ്റിയ ഒരു ഹൈ ഡ്രയറുണ്ട് ഇവിടെ. അത് നൈസാണ്, പൊളിയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികളാണ് ഇതൊക്കെ ബാക്കിയുള്ളത്. കൂൾ ബാറുണ്ട്. ബാർ ഇതെല്ലാം പൈസ കൊടുക്കണം, വെള്ളം മാത്രമേ ഫ്രീ ഉള്ളൂ. ഒരു ഫ്രിഡ്ജുണ്ട്.
ഇത്രയൊക്കെ ഉള്ള റൂം കുഴപ്പമില്ല, പൊളിയാണ്. ഈ വ്യൂ എനിക്കൊരു രക്ഷയില്ല. വൈബ് വ്യൂ. ഈ വ്യൂവിന് കൊടുക്കണം 10,000 രൂപ. ഓക്കെ, ചോക്ലേറ്റ് കഴിക്കാം ഗൈസ്. ചോക്ലേറ്റ് കൊളങ്കിൽ ക്യൂട്ടായിട്ട് ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാമേ. എനിക്ക് അപ്പോൾ വേണം. മസാജ് സെൻ്റർ, ആയുർവേദിക് മസാജാണ്. തെറ്റിദ്ധരിക്കരുത്. നമ്മളിങ്ങനെ നടക്കുകയായിരുന്നു ഗൈസ്. തളേറ്റി പറഞ്ഞു വെച്ചു. അറിഞ്ഞൂടെന്ന് പറഞ്ഞേ ചുമ്മാ ഇപ്പൊ തലയും കുത്തനെ വീട്ടിൽ. അയ്യോ ഗായ്സ്, എന്നെ കൊണ്ട് സൈക്കോട്ടൊക്കെയാണ്. അവിടെ വീഴുമോന്ന് എനിക്കറിയില്ല. ബ്ലഡി ഫുൾ. എനിക്കൊരു വീഡിയോ എടുക്കാൻ. മീൻ പിടിച്ചിട്ട് വേണമെന്ന് നീ ഇവിടെ ഒന്നോ? നമുക്ക് ചായ കുടിക്കാനായിട്ടൊരു വിൻറ്റേജ് ചായക്കട തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. അത് പൊളി സാധനം, അതൊക്കെ പൊളിയായിരുന്നു. ഒരു വിൻറ്റേജ് ഫീൽ കിട്ടി. പഴയ തട്ടുകടയും ചായക്കടയും കണ്ണാടി ഗ്ലാസ് അതിനകത്തുള്ള വടകളും എല്ലാം പൊളിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ട് സെക്ഷൻ ഗൈസ്. ഇവിടെ നമ്മൾ പിള്ളേരൊക്കെ വരണമെങ്കിൽ അവർക്ക് ഒരുപാട് കളിക്കാനുള്ള സമയമുണ്ട്, അതിൻ്റെ സ്ഥലവും ഉണ്ട്. ഒരു വലിയ രക്ഷയില്ലാത്ത അവർ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ചെയ്യാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പിന്നെ ടെന്നീസ് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ ബോളും ഇതൊക്കെ ഉണ്ട്. നേരത്തെ ബേസ്ബോൾ ചിന്നു പറഞ്ഞില്ല, അതുപോലെ ബേസ്ബോളൊക്കെ കളിക്കാം. നമ്മൾ ഒരുപാട് നേരം അങ്ങനെ ബേസ്ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊളിയായിരുന്നു. ഇത് വെറൈറ്റി ആയിട്ട് ഇത്രയും വാസ്റ്റായിട്ട് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ മസാജ് സെൻറ്ററിൻ്റെ ബാക്കാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിനടുത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ഞാൻ മസാജ് എടുത്തില്ല. ഇത് ഇവിടെ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഭയങ്കര നല്ല വ്യൂ ആണ്. പഴയ അമ്മിയും കല്ലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വിൻറ്റേജ് കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ ഒരുപാട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല. ഇതിനാണ് സത്യം നമ്മൾ പൈസ കൊടുക്കേണ്ടത്, ഈ വ്യൂവിന്.
ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ ആംഗിളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാലി വൈബൊക്കെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റാറ്റസ് സെറ്റൊക്കെ ഇറങ്ങി പറ്റിക്കാനൊക്കെ ചെയ്യാം. ബാലിയിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പൂളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ കുറച്ച് ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഒരു പ്രത്യേക ആംഗിളൊക്കെ എടുത്ത ഒരു ബാലി വൈബിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സ്വിങ്ങാണ്. ഒരു രക്ഷയില്ല, വൈബായിരുന്നു. അങ്ങനെ നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷനെ കഴിഞ്ഞത് നെക്സ്റ്റ് മോർണിംഗ് ആണ് ഗൈസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ആനിവേഴ്സറി ആഘോഷിച്ചൊക്കെ ഞങ്ങൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ മത്സ്യങ്ങളാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടില്ല. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിനകത്ത് ഫുള്ള് മീനുകളുണ്ടായിരുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ചുറ്റുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് ആണ് നമ്മുടെ ബൊഫേ സെറ്റപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഇല്ലാത്ത ഫുഡില്ല. നല്ല വേണമെങ്കിൽ നല്ല പൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചമ്മന്തി തൊട്ട് യൂറോപ്യൻ ഡിഷസായ പലതും ഇവിടെ ഉണ്ട്. ഞാൻ കുറച്ചായിട്ട് കാണിക്കാം. ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ കുറച്ച് വാനപരീക്ഷണം നടത്താൻ പോവുകയാണ്. കാരണം വാരപ്പറവ ഇവിടെ കിടന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫുള്ള് ലൈവ്. ഇത് ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യണം. ഇവിടുത്തെ ആ ഒരു തടാകം, നമ്മുടെ സ്കൈ എല്ലാം കൂടെ ഒരു നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഉറങ്ങിപ്പോയത് മണിയുടെ കിടന്ന്. അത്രയ്ക്ക് നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്, സംഭവമാണ്. ഇതാണ് ഗായ്സ് നമ്മുടെ സെക്കൻഡ് ഡേ ഔട്ട്ഫിറ്റ്. നമ്മളിത് വെച്ച് ഇനി ഫോട്ടോ എടുത്തിട്ട് ഉടനെ നമ്മൾ ഈ കോട്ടേജിന് ഇവിടെ പറയും. ഇവിടെ പൊളിയായിരുന്നു സ്റ്റേ ഒക്കെ, വൈബായിരുന്നു. പച്ചത്താണ്. ഓക്കെ, ഹായ്, ഹലോ. ഇതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ. ഇവിടെ സുഡോക്കോ തൊട്ട് ലുഡോ തൊട്ട് ഇല്ലാത്ത സാധനമൊന്നുമില്ല. ഞാൻ കൂടെ കാണുന്നത് ഓജോ ബോർഡ് മാത്രമാണ്. ബാക്കി എല്ലാ ബോർഡും ഇവിടെ ഉണ്ട്. നല്ല ഒരുപാട് കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിലാണ് ഇവിടുത്തെ ലൈബ്രറിയും വരുന്നത്. നല്ലൊരു ഈ സംഭവം എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടെ. കുറേ ശംഖൊക്കെ വെച്ച് എന്തോ മന്ത്രവാദമാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ പാമ്പും കോയിൽ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇതിനകത്തൊക്കെ ബുക്സാണ്. ഇവരടുത്ത് ചോദിച്ചാൽ അവരെടുത്ത് തരും. ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എടുത്തിട്ട് പോകാനൊന്നും പറ്റില്ല. ഇതും ഒരു മസാജ് സെൻറ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. മസാജ് ചെയ്യുന്ന ഏരിയ. മസാജ് സെൻറ്റർ. ഇതിനകത്ത് നമുക്ക് ഈ പൂളിൻ്റെ സൈഡിലൊക്കെ വ്യൂ കിട്ടും. അവിടെ നിന്നാണെങ്കിൽ മസാജ് ചെയ്യാനൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ അവരറിയാതെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറിയത്. ജസ്റ്റ് ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. ആ പൂളെന്നൊക്കെ പറഞ്ഞാൽ വർത്താണ്. ആ പൂളിൽ നിന്നൊക്കെ നമുക്ക് നമ്മൾ ഇന്നലെയൊക്കെ ഒരുപാട് പൂളിൽ കിടന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. പൂളൊക്കെ നല്ല ക്ലീനാണ്, നല്ല പൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഈ കോട്ടേജിന് ഇവിടെ പറയുകയാണ് ഗൈസ്. ഇവിടെ ഞങ്ങളല്ലാതെ വേറൊരാളുണ്ടായിരുന്നു. അത് കുറച്ച് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ജക്കൂസിയിലെ കുളത്തിലൊരാളുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് ഒരു മീനുണ്ടായിരുന്നു. കാണാനില്ലല്ലോ. അയ്യോ, ഇവിടെ എടുത്തുണ്ടായിരുന്നു. ഇറങ്ങി വാടാ. ഇല്ല, പോയി എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വരാൻ പറ്റുമോ നോക്കാം. നമ്മുടെ റൂമിന് ഇവിടെ നല്ല വൈബായിരുന്നു, പൊളിയായിരുന്നു. ഓക്കെ, ബായ്. ഞങ്ങളങ്ങനെ പോവുകയാണ് ഗൈസ്. കഴിഞ്ഞു. ബായ്. ഇത് ബായ്. ഇങ്ങോട്ടേ വണ്ടിയുള്ളൂ, അങ്ങോട്ടേ വണ്ടിയില്ല. ഇങ്ങോട്ടൊന്ന് നടക്കണം. നേരെ ഇടയ്ക്ക്. ഓക്കെ, ബായ്.